ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കല്യാണം പ്രമാണിച്ചുള്ള വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതെ, ഇന്നാണ് ആളുടെ മെഹന്തി ഫംഗ്ഷൻ. അപ്പോൾ ഞാൻ റെഡി ആയിട്ടില്ല, ഞാൻ നേരെ അങ്ങോട്ട് പോവാണ്. കാരണം ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആളെ ഇന്ന് മേക്കപ്പ് ചെയ്യുന്നത് മറ്റാരും തന്നെയല്ല, ഞാൻ തന്നെയാണ്. അവളെ മേക്കപ്പ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ തന്നെ ഈ ഡ്രസ്സൊന്നും അല്ല, ഇന്ന് കോസ്റ്റ്യൂം എന്ന് പറയുന്ന സാരിയാണ്, വിൻറ്റേജ് മോഡൽ സാരിയാണ് തീം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിപ്പം റെഡി ആവുന്നില്ല, അവിടെ ചെന്നിട്ട് ആളെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആവുന്നുള്ളൂ. അപ്പം ഇന്നത്തെ മെഹന്തി വ്ളോഗ് നമുക്ക് കാണാം. യെസ്, ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ ഫാത്തിമയുടെ 2 കൈകളും ബിസി ആയിരുന്നു കേട്ടോ. കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ? അതെ, ഇവർ രാവിലെ 9 മണി തൊട്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ മെഹന്തി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഗിഫ്റ്റൊക്കെ ഞാൻ ഫാത്തിമ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ഇടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവളുടെ റിസപ്ഷൻ്റെയും മാരേജിൻ്റെയും മെഹന്തിയുടെയൊക്കെ ഓർണമെൻറ്റ്സ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുക ബബിൾ റാപ്പിൽ. അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കുറച്ചുകൂടെ എളുപ്പം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അപ്പം ഇവരുടെ മെഹന്തിയുടെ പേജിന് ഇവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം കേട്ടോ. ബൈ ദ വേ നല്ല ഭംഗി, ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവർ 2 പേരും മെഹന്തി ഇട്ടത്. ആ ഒരു ഫൈനൽ ഔട്ട്കം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇൻസ്റ്റയിലെ പേജ് പറഞ്ഞു കൊടുക്കും, ഹെനി. ഓക്കെ, ഇപ്പം അപ്പുറത്തിരിക്കുന്ന ആളുടെ അങ്ങനെ നീണ്ട ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ മെഹന്തി നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടാസ്കിലേക്ക് കടന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഫാത്തിമ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഒരുങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാൻ ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ ഒരുക്കുന്നത് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, ഹാഫ് എടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഫേസ് മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്. ഞാൻ ഹെയറും സാരി ഡ്രപ്പിങ്ങും ഒന്നും ഞാൻ ചെയ്തില്ല കേട്ടോ. അത് വേറൊരു ഫ്രണ്ടാണ് അവളുടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ മെഹന്തി ഇട്ടവരുണ്ടല്ലോ, അവരവിടെ നിന്ന് റെഡി ആവുന്നുണ്ട്. അവളിപ്പോ റെഡി ആയിക്കൊണ്ടിരിക്കുക. നമ്മളിപ്പോ നല്ല പോസ്റ്റാ. ഇതാണ് ഗൈസ് നമ്മുടെ ബ്രൈഡിന്റെ ഉമ്മി സെറീന. സെലീന. എന്താ ഉമ്മി പറയാനുള്ളത്? മോളുടെ കല്യാണത്തിന് എന്താ പറയാനുള്ള? പിന്നെ എന്തെങ്കിലും പറ. ഇൻട്രോട്ട് വെച്ചിട്ട് ഇൻവേർട്ടറാ. ഒന്നും പറയാനില്ല, നിങ്ങൾ വന്നിട്ട് സന്തോഷം. അല്ലെങ്കിലും ഇന്ന് സന്തോഷമല്ല. നാളെ ഒരുങ്ങി ഇരുന്നിട്ട് കുറേ നേരമായി. അവൾ ഇതുവരെ ഒരുങ്ങിയിട്ടില്ല. പോസ്റ്റാ. ഇത് നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ട് കാണാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ മെഹന്തി ഫങ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റിസപ്ഷൻ വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.
റിസപ്ഷൻ ഡേ ആണ്. ഇത് കണ്ടില്ലേ, എനിക്ക് ഫാത്തിമ ഇട്ട് തന്ന മൈലാഞ്ചിയാണ് ഗായ്സ്. വേറെ ആർക്കും ഇട്ട് കൊടുത്തിട്ടില്ല അവള്, എനിക്കാണ് ഇന്ന് ഇട്ട് തന്നത്. ഇന്നപ്പോൾ റിസപ്ഷൻ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. നമ്മൾ പത്തിരിയും ബീഫും കഴിച്ചിട്ട് ഇരിക്കുക. എന്തെങ്കിലും പറയടി. അതെ ഗൈസ്, പത്തിരിയും. അതല്ല എന്താ എനിക്ക് ഫാത്തിമയുടെ മൈലാഞ്ചി കാണിച്ചു കൊടുത്തേ. ഇതാണ് ഇന്നലെ നമ്മൾ മെഹന്തിയിലിട്ട മൈലാഞ്ചിയാണ്. ഇത്രയും കളറായിട്ടുണ്ട് കേട്ടോ. ഇന്നലെ തിരക്കിൽ എനിക്ക് ഇടാൻ പറ്റിയില്ല, മെഹന്തിക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞു എനിക്ക് മിനിമലായിട്ട് മതി എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് തന്നെ ഇട്ട് കൊടുക്കേണ്ടി വന്നു. കല്യാണപ്പെടും. പക്ഷെ കൊള്ളാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. അപ്പം എന്താ ബാക്കി പറയാനുള്ള ഇന്ന് റിസപ്ഷൻ, നാളെ കല്യാണം. എന്താ പറയാനുള്ള 2 മണിയാകുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ വരും മേക്കപ്പ് ചെയ്യാൻ. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് വീട്ടിൽ പോയി ഒരുങ്ങണം പോലെ. അതെ, എനിക്ക് ഇന്നലെ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് എടുക്കാൻ പറ്റിയൊരു സാഹചര്യമില്ലായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇപ്പൊ എനിക്ക് പറയാം, കാരണം ഇവിടെ ആരും ഇല്ല. ഫാത്തിമ നാളെ ഒരു ബ്രൈഡ് കല്യാണം കഴിക്കാൻ പോകുകയാണ് ഗായ്സ്. കല്യാണം കഴിക്കാൻ വരുന്നില്ല സത്യം. 2 മണിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ചെയ്ത് ഒരുക്കും. 6 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം ഓഡിറ്റോറിയത്തിലോട്ട്. ഞാനിപ്പം റെഡി ആയിട്ട് മമ്മിയായിട്ടാണ് ഞാൻ വരാൻ പോകുന്നത് കേട്ടോ ഓഡിറ്റോറിയത്തിൽ. അപ്പം നമുക്ക് അവിടുത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഇവിടെ ഇപ്പം ഇത്രയുള്ള വലിയതായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ, കല്യാണ ബഹളമൊക്കെ അപ്പുറത്തെ റൂമിൻ്റെ പുറത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് നീ കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഫൈനലി റെഡി ആയിട്ടുണ്ട്. റിസപ്ഷൻ ഡേക്ക് മൈലാഞ്ചി ചുമന്നിട്ടില്ല ഗൈസ്, അവളെന്നെ പറ്റിച്ചു. ചുമക്കുമെന്നൊക്കെ പറഞ്ഞാണ്, പക്ഷെ ചുമന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ മമ്മിയായിട്ടാണ് പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ. ഫാത്തിമ ഞാനൊരിക്കൽ കുളവാക്കുന്നതല്ലാതെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതുവരെയായിട്ടും ഫസ്റ്റ് ടൈമാണ് അവൾ ഒരുക്കുന്നത്. കുറച്ച് മുന്നേ എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഇനി എനിക്കൊന്നും അയക്കണ്ട, ഞാൻ നേരിട്ട് വന്നിട്ട് കണ്ടോളാം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചോദിച്ചൊന്നും ഇല്ല കേട്ടോ കാര്യം. ഞാൻ ഒന്നും ഫോട്ടോ ഇനി അയച്ചാൽ റെഡി ആയിട്ട് ഫോട്ടോ അയക്കണമെന്നും ഞാൻ പറഞ്ഞില്ല. കാരണം ചെന്ന് നേരിട്ട് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഒരു ചെറിയൊരു ഡാൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, ഫാത്തിമേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അവള് ഡാൻസിന് വരുന്ന ഡാൻസ് കാണുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ല ഫാത്തിമ, ഞാൻ ഡാൻസിലില്ല. അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇല്ല, ഡാൻസിൽ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ അപ്പോഴൊക്കെ കാര്യം മനസ്സിലുണ്ട് എൻ്റെ ഒക്കെ ഡാൻസ് ഉണ്ടെന്ന്. അത് ഞങ്ങൾ സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട് ഫാത്തിമയുടെ കല്യാണത്തിന് ഞാൻ സിംഗിൾ ഡാൻസ് കളിക്കുന്നു കേട്ടോ. പക്ഷേ എന്താ പറയുക, കല്യാണം വരുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് ഇരുന്നിരുന്ന് വെച്ച് താമസിപ്പിച്ച് ഇന്ന് റിസപ്ഷൻ, ഇന്ന് ഡാൻസ് കളിക്കണ്ട. ഞാൻ ആകെ അത് പഠിച്ചത് ഇന്നാട്ടോ. ലാസ്റ്റ് ഒരു പാട്ട് വെച്ചിട്ടുണ്ട്, അതൊരു സ്ലോമോ മെലഡി സോങ് ആണ്. അത് ഞാൻ കൈ നിട്ട് കളിക്കാമെന്ന് വിചാരിച്ചു, കാരണം അത് പഠിക്കാൻ എനിക്ക് ഒട്ടും ടൈം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ആക്ച്വലി എൻ്റെ ഡാൻസ്, സർപ്രൈസ് ഡാൻസ് ഞാൻ ഇതിൽ ഇട്ടേക്കാം. ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയേ കാണാം. ഓക്കെ, ബൈ.
ഹായ് ഗായ്സ്, അപ്പൊ നമ്മുടെ മെഹന്തി ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ബ്രൈഡ് ശരിക്കും സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? സർപ്രൈസ് ആയോ? ഞെട്ടിപ്പോയി. ഞാൻ ഓർത്തില്ല കളിക്കാൻ. ഒന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ സ്റ്റെപ്പ് ഇടായിരുന്നു. By the way, ഇത് നല്ലതായിട്ടുണ്ട്. മനസ്സിലായി. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ മെഹന്തി വ്ലോഗ് കഴിഞ്ഞിട്ട് നാളെ ഒരു നാളെ കല്യാണത്തിന് കാണാം. യെസ്, അപ്പൊ നാളെ നമുക്ക് നാളത്തെ വീഡിയോയിൽ കാണാം. സമയം എന്ന് പറയുന്നത് 11:45 നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുകയാണ്. ബ്ലൗസ് തയ്ച്ചപ്പോൾ കറക്റ്റായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇട്ട് നോക്കിയപ്പം ചേരുന്നില്ല. ബാക്കിൽ മമ്മി അവിടെ എൻ്റെ സാരി ഡ്രൈപ്പ് ചെയ്യുക കേട്ടോ. അത് നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പം ഫാത്തിമയുടെ മാരേജിൻ്റെ ഒരുക്കങ്ങൾ ഇവിടെ രാത്രി ഞാൻ ഒരു സ്റ്റിച്ച് ഞാൻ അഴിച്ചു വിടാൻ ഓർത്തു കേട്ടോ. ഈ കയറുന്നില്ല ഒട്ടും. അതെങ്ങനെയാ അവിടെ ഇട്ട് നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയപ്പോൾ കയറുന്നില്ല. ഒരു സ്റ്റിച്ച് അഴിക്കുന്നുള്ളൂ കേട്ടോ. നമുക്ക് അഴിക്കാം. ഇതാട്ടോ എൻ്റെ സാരി, ആ ഒരു നേവി ബ്ലൂ മജന്തയും ഇത് ബ്ലൗസും. നാളെ രാവിലെ എണീറ്റിട്ട് ബാക്കി ഞാനെല്ലാം കാണിച്ചു തരാം. ഹായ്, അപ്പോൾ ഇന്നലെ രാത്രി ഡ്രൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇനിയിപ്പോൾ ഇത് ഞാൻ പെർഫ്യൂം അടിച്ചപ്പോൾ ഇതാണ് എൻ്റെ വെഡ്ഡിങ് ലുക്ക്. എങ്ങനെയുണ്ട്? ഇപ്പുറത്തെ കയ്യിലുണ്ട് കേട്ടോ. വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ടൈം 9:30 ആകുന്നതേ ഉള്ളൂ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. സാരി, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ നേരെ പോകുന്നത് എൻ്റെ വേറൊരു ഫ്രണ്ട് വീട്ടിലോട്ടോ കേട്ടോ. അപ്പോൾ അവളെ എനിക്ക് എന്ത് ചെയ്യാൻ, ഇന്നലത്തെ എൻ്റെ മേക്കപ്പ് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവളെ ഒന്ന് ഒരുക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പം ഇപ്പം ചെല്ലുന്ന അവളെ ഒരുക്കാനാണ്. ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ടോ കേട്ടോ പോകുന്നത്. ക്ലിപ്സ് ഞാൻ ഇനി വഴിയെ ഞാൻ ആഡ് ചെയ്യട്ടോ. ഒട്ടും സമയമില്ല, പോവാ. ബൈ 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 ബൈ. എങ്ങനെയുണ്ട് കണ്ണടച്ചെടി? ഐ മേക്കപ്പ് നന്നായിട്ടില്ലേ? അനുവിനെ ഒരുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഓഡിറ്റോറിയത്തിലോട്ടാണ്. നമ്മൾ ഓഡിറ്റോറിയത്തിലോട്ടാണ് ഇനി പോകാൻ പോകുന്നത്. ഇനി അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഗൈസ്, നമ്മൾ വന്നപ്പോൾ കുറച്ചധികം ലേറ്റായി. നമ്മൾ കയറാൻ പോവാണ്. ഇനി നമുക്ക് കയറിയിട്ട് ഫാത്തിമ കാണിച്ചു തരാം. പറയുള്ളൂ. പറ. ഒരുപാട്
കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. സോ ഹാപ്പി ടു സീ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആസ് എ ബ്രൈഡ്. നീ അവളുടെ ഒരു ലൈഫാണ്. ഓക്കെ, അവളുടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൊരു കുട്ടി ഒരു കല്യാണം വ്ളോഗ് എന്ന് പറയാനായിട്ട് നമുക്ക് പറയാനുള്ളത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.